അപ്പോൾ ഒരു വില്ല കൺസെപ്റ്റ് നോക്കുന്നത്, വില്ല കമ്മ്യൂണിറ്റിയിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 30 സെന്റിലായിട്ട് 6 യൂണിറ്റുകളായിട്ടാണ് ഈ പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഏകദേശം 1-2 സെന്റ് കോമൺ അമനിറ്റീസിനുള്ള ഏരിയ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ കാണുന്ന ഒരു ലക്ഷറി ഒരു ഹൗസാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ബഡ്ജറ്റ് കുറഞ്ഞ ഒരു ലക്ഷറി ഹൗസ് കാറ്റഗറി നമുക്ക് പെടുത്താൻ പറ്റും. 3.5 സെന്റിലായിട്ട് 1500 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ്. നമുക്ക് ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം നല്ല ഒരു കാർ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ 2 വണ്ടി ചെയ്യാൻ 2 ഗേറ്റ് ആണ്. നമുക്ക് ഇതുവഴി നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് വലിയ ഗേറ്റ് വിട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു വലിയ SUV ടൈപ്പ് ഇന്നോവ ടൈപ്പ് വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വണ്ടി നല്ല ഈസി ആയിട്ട് നമുക്ക് 2 വണ്ടിയോളം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയ EV ടൈപ്പ് വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സൈഡിലേക്ക് പറ്റും. അപ്പൊ കാർ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസോ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റോ ഇല്ലോ. അത്തരത്തിൽ ഈ വില കുറവാണ് അല്ലെങ്കിൽ 3.5 സെന്റാണ് എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. കാർ പാർക്കിങ്ങിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ വരുന്ന രീതിയിൽ മെയിൻ റോഡിൽ നിന്ന് 200 മീറ്ററിലേക്ക് വരുന്ന കാര്യത്തിലോ റോഡിന്റെ വീതിയുടെ കാര്യത്തിലോ യാതൊരു ടെൻഷനും വേണ്ട. ധൈര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് അകത്തുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ ആണെങ്കിലും നല്ല മനോഹരമായ ഡിസൈനിങ്ങിന്റെ കാര്യത്തിലും കളർ പാറ്റേണിന്റെ കാര്യത്തിലൊക്കെ നല്ല അതിവിശാലമായ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ. പൂർണ്ണമായും തേക്കുംതടിയിലാണ് ഈ വാതിലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു മായാലോകം, ഒരു ചെറിയ ബഡ്ജറ്റ് കുഞ്ഞൻ വീട് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വിട്ട് ഒരു 6-7 സെന്റിൽ വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ മനോഹരമായ രീതിയിൽ സ്പേഷ്യസിന്റെ കാര്യത്തിലായാലും ഡിസൈനിന്റെ കാര്യത്തിലായാലും കളർ പാറ്റേണിന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു മിനിമം ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു നല്ല ഒരു സെമി ഫർണിച്ചർ ആയിട്ടുള്ള ഒരു വീടാണ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ബഡ്ജറ്റ് കുറഞ്ഞെന്ന് വെച്ചിട്ട് ടെൻഷനും വേണ്ട. സ്പേസിന്റെ കാര്യത്തിൽ ഒരു L മോഡൽ ഹാളാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതാ ഇവിടേക്ക് വരാൻ ലിവിംഗ് സ്പേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ധാരാളം സ്പേസ് കണ്ടില്ല. നല്ല ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ഒക്കെ നമുക്ക് ലക്ഷറി ഹൗസിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ഡിസൈനിങ്. അതിനെന്തായാലും ഈ ബിൽഡർക്ക് നമുക്കൊരു അഭിനന്ദനം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. നമുക്ക് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ്ങിന്റെ കാര്യത്തിൽ സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. അത് ഒരു സൈഡിലേക്ക് ഒതുങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലും ഡിസ്റ്റർബൻസ് ഇല്ല എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് 3.5 സെന്റ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫീലിങ്സേ ഇല്ല. 6 സെന്റോളം സ്ഥലത്ത് എടുക്കുന്ന വീടിന്റെ അതേ ഒരു എഫർട്ടിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ വീട് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. താഴത്തെ ഫ്ലോറിൽ വന്നിട്ട് 1 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ വന്നിട്ട് 2 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിലെ ബെഡ്റൂമിൽ കയറുമ്പോൾ ശരിക്കും ഒരു മാസ്റ്റർ ബെഡ്റൂമിനെക്കാളും സൈസ് അത് നോക്കി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കളർ പാറ്റേണുകൾക്ക് തന്നെ അധികം ഞാൻ പല വീടുകളും അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ കളർ പാറ്റേണെല്ലാം കൊടുത്തിട്ടുള്ളത്. കൺസ്ട്രക്ഷന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഗ്യാരണ്ടി തരാൻ പറ്റും. ഒരുപാട് ബിൽഡിംഗ് വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ബിൽഡേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇവരെ വീട് പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരത് വാറന്റിയോട് കൂടി തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് തരും. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന്റെ കാര്യത്തിലും സ്പേഷ്യസിന്റെ കാര്യത്തിലും യാതൊരുവിധ കോംപ്രമൈസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ലൊരു കളർ പാറ്റേണോ കൊടുത്തിട്ടുണ്ട്. എല്ലാം കമ്പനി ആയിട്ടുള്ള ബ്രാൻഡ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള വീട് തന്നെയാണ് ഈ ബിൽഡേഴ്സ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ യാതൊരു വിധമില്ല. അത്യാവശ്യം നല്ല ഞാൻ പറഞ്ഞില്ല സെമി ഫർണിച്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ തന്നെ നല്ല ധാരാളം സ്റ്റോറേജ് സ്പേസുകളും കബോർഡ്സും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും നല്ലൊരു ഭംഗിയായിട്ടും ഒരു അടുക്കും ചിട്ടയോടുകൂടി നമ്മൾ ജീവിത ശൈലി നോക്കുമ്പോൾ തന്നെയാണ് വീടിന്റെ കാര്യത്തിലും അടുക്കും ചിട്ടയോടുകൂടി കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി കൺസ്ട്രക്ഷൻ ചെയ്ത വീടാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് വീടുകൾ നമ്മൾ കാണുന്നെങ്കിലും മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയുകയല്ല. പക്ഷെ ഈ വീട് കാണുമ്പോൾ ഒരുപാട് സ്പേഷ്യസിന്റെ കാര്യം നല്ലൊരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഒരു നല്ല കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കി തന്നെയാണ് ഈ വീട് വെച്ചിട്ടുള്ളത്. നമുക്ക് അവിടെ ഡൈനിങ് സ്പേസ്, കിച്ചൺ വന്നിട്ട് ഇവിടെ നല്ലൊരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് നോക്കി ഈ സൈഡ് എല്ലാം നല്ല രീതിയിലൊക്കെയുള്ള സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളൂ. ഒരാഴ്ച കൂടി ആകും ഇതിന്റെ ഫുൾ വർക്ക് കഴിയാനായിട്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം ടച്ച് തോന്നിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മെറ്റീരിയൽസ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടും ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഡൈനിങ് ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലൊന്നും യാതൊന്നുമില്ല. ഇവിടെ നമുക്ക് ഫ്രിഡ്ജൊക്കെ വെക്കാനുള്ള കൃത്യമായ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഇതാ കണ്ടില്ലേ. ആ സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വർക്ക് ഏരിയ ഇറക്കണം അല്ലെങ്കിൽ വർക്ക് ഏരിയ ചെയ്യണം എന്നൊക്കെ കൺസെപ്റ്റ് ഉള്ളവർക്ക് എന്തുകൊണ്ട് ഇവിടെ ആവശ്യത്തിലേറെ സ്പേസ് ഉണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ വർക്ക് ഏരിയ ഒക്കെ ചെയ്യാനുള്ള ധാരാളം സ്പേസസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോഴത്തേക്കും സ്റ്റെയർകേസ് വന്നിട്ട് ഒരു സ്റ്റീൽ ടൈപ്പ് ആണ് നമുക്ക് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റെപ്പിൽ കൊടുത്തേക്കുന്ന വൈറ്റും ഒരു ആഷ് കളർ ആയിട്ടുള്ള ഒരു ടൈൽ പാറ്റേൺ ആണ്. ടൈൽ പാറ്റേണിൽ നമുക്കൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ട് അത് കുഴപ്പമില്ല. കാരണം നമുക്ക്
ഒരുപാട് പേര് ഈ ഗ്ലേസിംഗ് കൊടുക്കുന്നത് കൊണ്ട് കുറെ സ്ലിപ്പിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹാളോ ഏരിയയാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ലിവിംഗ് സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ വന്നിട്ട് 2 ബെഡ്റൂമുകളാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ ലിവിംഗ് സ്പേസിന്റെ കാര്യത്തിൽ നമുക്ക് ടി വി യൂണിറ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് സെറ്റിയൊക്കെ ഇട്ട് നമുക്ക് 2 ഫാമിലിക്ക് റെന്റൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ഒരു ആ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് കൺസ്ട്രക്ഷൻ പാറ്റേൺ. മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഒരുപാട് ഇന്റീരിയർ വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല, ലൈറ്റ്സുകൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ്. ഒരു വൈറ്റ് അതൊക്കെ എന്തായാലും വളരെ മനോഹരമായി ഈ കളർ പാറ്റേൺ ഒക്കെ വളരെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡെക്സ്റ്റർ ആയിട്ട് രീതിയിലുള്ള ഒരു പെയിന്റിംഗ് ഇത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു വാൾ പെയിന്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഫീലിലേക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ പോയിരിക്കുന്നത്. മുകളിലത്തെ പോലെ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല രീതിയിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഡിസൈൻ പാറ്റേണൊക്കെ നോർമൽ ടൈപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇറിറ്റേറ്റ് ആകുന്നത് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി തരുന്ന രീതിയിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നത്. സൈഡിലേക്ക് നമുക്കൊരു കളർ പാറ്റേൺ, ഒരു ചുവറിൽ ഒരു വ്യത്യസ്തമായ കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും ഒരു നമുക്കൊരു നല്ലൊരു മനോഹരിത തോന്നുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിലായാലും ശരി, കണ്ടില്ലേ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അലമാരയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ബോർഡുകളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന്റെ കാര്യത്തിലും സ്പേഷ്യസ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. സിറ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്രാൻഡ് സാധനം കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കളർ പാറ്റേൺ നമുക്കൊരു വൈറ്റ്, ഒരു ബ്ലാക്കും മേറ്റും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളർ. ഇതാണ് ഒരു ഗ്രിപ്പിംഗ് ടൈപ്പും, അതുപോലെ സൈഡിൽ നമുക്കൊരു ക്ലോസിംഗ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് സൈസിന്റെ കാര്യത്തിൽ യാതൊരു വിധവുമില്ല. കണ്ടില്ല, നല്ല സൈസ് ബെഡ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിൽ യാതൊരു വിധമില്ല. സൈഡിലൊക്കെ വളരെ പോസിറ്റീവ് തരുന്ന രീതിയിലേക്കുള്ള ഒരു കളർ പാറ്റേൺ, ഗോൾഡൻ ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വേറെ കളർ പാറ്റേൺ. അതൊക്കെ നമുക്ക് എന്തുകൊണ്ടും ഒരു ലക്ഷറി വീടുകളിൽ കാണുന്ന ടൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോട്ടൽ റൂംസിലൊക്കെ ഫീലിംഗ്സ് തരുന്ന രീതിയിലേക്കുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഒരു വെട്ടവും വെളിച്ചവും ഒക്കെ കയറുന്ന നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷനൊക്കെ കയറുന്ന നല്ല രീതിയിൽ കൂടിയാണ്. ബെഡ്റൂമിന്റെ സൈസ് ഒക്കെ വളരെ നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് അലമാരയൊക്കെ വളരെ നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ തന്നെ നല്ലൊരു ക്വാളിറ്റി സാധനങ്ങൾ മാത്രം ആണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിന്റെ സൈസിലും അത്യാവശ്യം വലിയ ബാത്റൂം അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള നല്ലൊരു ബാത്റൂം സൈസാണ്. ഫിറ്റിംഗ്സുകളൊക്കെ നിങ്ങൾ കണ്ടു. ഇവിടെയും ഓരോ റൂംസിനും കളർ പാറ്റേണിൽ ചെറിയൊരു വേരിയേഷൻ കൊടുത്തുകൊണ്ട് അതൊരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ വരുമ്പോഴത്തേക്ക് സിറ്റ് ഔട്ട് ഏരിയ, മുകളിലത്തെ ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണി ഏരിയ എന്ന് പറഞ്ഞാൽ അതും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ്. നമുക്ക് അവിടെ നിന്ന് മുകളിലേക്ക് പോലുള്ള സ്റ്റെയർ കേസ് ഉണ്ട്. ഇവിടേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഹൈറ്റ് ആയ പ്രദേശമായതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ കണ്ടില്ലേ, നമ്മുടെ ഈ പ്രോജക്റ്റ് വരുന്നത് ഇതാണ്. ഇതിന് ഓപ്പോസിറ്റ് 6 പ്രോജക്റ്റുകൾ 30 സെന്റിലായിട്ട് 6 യൂണിറ്റുകൾ വരുന്നത്. ഏകദേശം 2 സെന്റോളം കോമൺ അമെനിറ്റീസിനുള്ള സ്ഥലം അവർ വേക്കൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 2-3 വീടുകളുടെ വില്ലകളുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വില്ലയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബാലൻസ് ചെയ്ത് നമ്മൾ 2-3 മാസത്തിനകത്തിന് വരും. അപ്പോൾ നമുക്കൊരു ഫാമിലി ആയിട്ട് ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു ഓഫീസായിട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുമിച്ച് 2-3 വീടൊക്കെ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റ് തന്നെ ഈ വീട് കൊടുക്കാൻ എന്തായാലും ശ്രമിക്കും. ബിൽഡിങ്ങിന്റെ ക്വാളിറ്റിയിലെ കാര്യത്തിലോ അല്ലെങ്കിൽ ബിൽഡിംഗ് ഡിസൈൻ്റെ കാര്യത്തിലോ സ്പേഷ്യസിന്റെ കാര്യത്തിലോ ഒന്നും യാതൊരു ടെൻഷനും വേണ്ട. ബസ് ഇറങ്ങി നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ജസ്റ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റും. റോഡിന്റെ കാര്യത്തിലായാലും അത്യാവശ്യം നല്ല വൈഡ് റോഡാണ്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ തെർമോ പെൻബോളോ അല്ലെങ്കിൽ സരസ്വതി കോളേജോ അല്ലെങ്കിൽ CIT കോളേജിലൊക്കെ വെറും 2 കിലോമീറ്റർ താഴെയാണ് ഇവിടെ നിന്ന് പോകാനുള്ള ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സിറ്റിയിലേക്ക് നമുക്ക് പോകാനായാലും വട്ടിയൂർക്കാവ്, ശാസ്തമംഗലമൊക്കെ പോകാൻ നമുക്ക് മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റിനകത്ത് നമുക്ക് സിറ്റിയുടെ ഏത് ഭാഗത്തും എത്തിച്ചേരാൻ പറ്റുന്നു എന്നുള്ളതും ഇത് ഇത്രയും വില കുറഞ്ഞ് ഇത്രയും നല്ല ലക്ഷറി ഹൗസ് കിട്ടുന്നു എന്നൊക്കെ ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ട്രിവാൻഡ്രത്ത് വീട് നോക്കുന്നവർക്ക് വില കുറഞ്ഞൊരു ലക്ഷറി ഹൗസ് എന്നുള്ള രീതിയിൽ 3.5 സെന്റാണ്, 1500 സ്ക്വയർ ഫീറ്റ് ആണ്, 3 ബെഡ്റൂം ആണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 200 മീറ്റർ ആണ്. CIT കോളേജ് അല്ലെങ്കിൽ സരസ്വതി കോളേജ് അല്ലെങ്കിൽ തെർമോ പിൻബോർഡ്, ഏഷ്യാനെറ്റ് ഒക്കെ പറയുന്നത് നമുക്ക് വെറും 2 കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയാണ്. സിറ്റിയിലേക്ക് നമുക്ക് സിറ്റിയുടെ ഏത് ഭാഗത്തേക്കും നമുക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് താഴെ എത്താൻ പറ്റും. വെള്ളയമ്പലം അല്ലെങ്കിൽ കവടിയാറായാലും സെക്രട്ടേറിയറ്റിലേക്ക് ആയാലും നമുക്ക് 15 മിനിറ്റ് താഴെ നമുക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന നല്ല വൈഡ് റോഡോട് കൂടിയിട്ടുള്ള ഒരു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. വില കുറഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞ് വീട് നോക്കുന്നവർക്ക്, നല്ല ക്വാളിറ്റി ഫീലിംഗ്സ് ചെയ്യുന്നവർക്ക്, ഒരു വില്ല കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഒരു മീഡിയം, അതായത് കോമൺ സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള ഒന്നുമില്ല, ഒരു 30 സെന്റിലായിട്ട് 6 യൂണിറ്റിൽ 2 സെന്റോളം കോമൺ ആയിട്ടുള്ള ഒരു സ്പേസ് മാറ്റിയിട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു ബിൽഡർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്.
രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് കയറിയപ്പോൾ പേഴ്സണലി തോന്നിയ ഒരു ഫീലിംഗ്സ് എന്ന് പറഞ്ഞാൽ 3.5 സെന്റിന്റെ യാതൊരു ഫീലിംഗ്സും ഇല്ല. അത് പാർക്കിന്റെ കാര്യത്തിലായാലും നമുക്കൊരു ഇനോവയും അല്ലെങ്കിൽ ഒരു ചെറിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ക്വാളിറ്റി ആയാലും കാണുമ്പോൾ തന്നെ നല്ലൊരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ടച്ച് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ എനിക്ക് വരുന്നത് നല്ലൊരു വെട്ടവും വെളിച്ചവും കിട്ടുന്ന പോസിറ്റീവ് എനർജി ഇരുന്നതാണ്. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഇത്രയും ക്വാളിറ്റി ഫീൽ ചെയ്തു തരുന്ന ബിൽഡേഴ്സ് ഒക്കെ വളരെ റയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ലോസും ഇല്ല എന്നുള്ള ഒരു 100% ഒരു ഉറപ്പ് നമുക്ക് തരാൻ പറ്റും. 3.5 സെന്റിലായിട്ട് 1500 സ്ക്വയർ ഫീറ്റിലെ ഈ വീടിന് ചോദിക്കുന്നത് വെറും 55 ലക്ഷം രൂപയാണ്. ഒരു ഓഫർ പ്രൈസ് ആണ്. നിങ്ങൾക്ക് ഈ വീട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തതിന്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക.